ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടോപ്പ് അപ്പ് പോളിസിയാണ്. അതായത് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഏറ്റവും പുതിയ ഒരു ടോപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം. സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തോടെ വരുന്നത്. പക്ഷെ ടോപ്പ് അപ്പ് എന്താണ്, അതിന്റെ ആനുകൂല്യങ്ങൾ എന്താണ്, അതാണ് പറയാൻ പോകുന്നത്. ടോപ്പ് അപ്പ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാന പോളിസി നമുക്ക് ഉണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിലും എടുക്കാം. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു 5 ലക്ഷത്തിന്റെ പോളിസിയാണ് ഉള്ളത് എല്ലാവർക്കും കൂടി. അല്ലെങ്കിൽ ഇനി ഒരാൾ മാത്രം ഉള്ളവർക്കാണെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്കോ ആയിട്ട് സിംഗിൾ ആയിട്ടും 5 ലക്ഷത്തിന്റെ എടുക്കുന്ന ആളുകളുണ്ട്. ഇനി ഫാമിലിയിൽ തന്നെ സിംഗിൾ ആയിട്ട് എടുക്കുന്നതും ഓരോരുത്തർക്കും 5 ലക്ഷം ഭാഗത്തിന് കിട്ടാൻ ഭാഗത്തിന് എടുക്കുന്ന പോളിസികളും ഉണ്ട്. അങ്ങനെ എടുത്തിട്ടുള്ളവർക്ക് അതിൽ കൂടുതൽ അതിന്റെ നോ ക്ലെയിം ബോണസും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം തീർന്നു കഴിഞ്ഞാൽ ഒരു വലിയ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പറയാം, ഒന്നല്ലേ ക്യാൻസർ ആണ് കൂടുതലായിട്ട് പിടിപെടുന്നത്, പിന്നെ കിഡ്നി ഫെയിലിയർ, കരളിന് വരുന്ന അസുഖങ്ങള്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികള്, അല്ലെങ്കിൽ മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ, ഹൃദയ ശസ്ത്രക്രിയ, അങ്ങനെയൊക്കെ നിരവധി വലിയ വലിയ ചികിത്സാ ചെലവ് വരുന്ന അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ നല്ലൊരു സംഖ്യ ചെലവ് വരും ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാ ഇത് കണ്ടെത്താം ആ ചികിത്സാ ചെലവ്, അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ പ്രീമിയം കുറവ് കിട്ടാൻ, അതായത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു 50 ലക്ഷമോ 1 കോടിയോ 25 ലക്ഷമോ ഒക്കെ ഒന്നിച്ചെടുക്കാൻ ഫാമിലി എല്ലാവർക്കും കൂടെ വരുമ്പോൾ നല്ലൊരു പ്രീമിയം വരും. അപ്പൊ അങ്ങനെ എടുക്കാവുമ്പോ നമുക്ക് നല്ല പ്രീമിയം അടയ്ക്കാം. ഹെൽപ്പ് ഇല്ലാത്തവർക്ക് ഒരു സാധാരണ പോളിസി എടുക്കുന്ന അത്രയുള്ള ആളുകളാണ്. അപ്പൊ അതിനൊരു ടോപ്പ് അപ്പ് ആയിട്ടൊരു പോളിസി എടുക്കുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം കുറവായിരിക്കും. അതിന് അങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ല പോളിസിയാണ് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ആരോഗ്യ പ്രഗതി പ്ലസ് എന്ന് പറയുന്ന പോളിസി. ഇതില് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രഷോൾഡ് എന്ന് വെച്ചാൽ ഒരു പരിധി ഉണ്ട്. ഒരു 5 ലക്ഷത്തിന് മുകളിലേക്കാണ് നമുക്ക് 5 ലക്ഷം വരെ കിട്ടില്ല ആ പോളിസിന്ന്, അതിന് മുകളിലേക്കാണ് കിട്ടുള്ളൂ. ആ പരിധി നിശ്ചയിക്കണം. മിനിമം 5 ലക്ഷമാണ്. ഇനി 10 ലക്ഷം ഉള്ളവന് മിനിമം 10 ലക്ഷം കഴിഞ്ഞിട്ട് ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ ആ പരിധി 10 ലക്ഷം നിശ്ചയിച്ചുകൊണ്ടും എടുക്കാം. 15 ലക്ഷം വരെ ത്രഷോൾഡ് വെച്ചുകൊണ്ടും നമുക്ക് എടുക്കാം. അപ്പൊ 5 ലക്ഷം ഉള്ള ഒരാൾക്ക് അതിന്റെ 4 ഇരട്ടിയും കൂടി, അതായത് 20 ലക്ഷം വരെ നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും 65 വയസ്സ് വരെയുള്ള ആളുകൾക്ക്. 18 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റണേ. പക്ഷെ 55 വയസ്സ് കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് വേണം. 55 വയസ്സ് വരെ മെഡിക്കൽ ചെക്കപ്പ് വേണ്ട. ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് 55 വയസ്സാണെങ്കിൽ ആ ആൾക്ക് മാത്രമെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഇതിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 20 ലക്ഷം എന്ന് പറയുമ്പോൾ അതിനും ഇതുപോലെ തന്നെ നോ ക്ലെയിം ബോണസുകളും മറ്റു ആനുകൂല്യങ്ങളും വരുമ്പോൾ ഒരു കുറച്ച് 2-3 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കൊരു 10-30 ലക്ഷം രൂപയുടെയൊക്കെ ചികിത്സാ ചെലവ് കിട്ടാൻ പാകത്തിനാകും. അപ്പൊ ഒരു ഏകദേശം ഒരുവിധം വലിയ അസുഖങ്ങളൊക്കെ വന്ന് അതിനകത്തൂടി കവർ ചെയ്യാൻ പോകും. പ്രീമിയം കുറവാണ്. പിന്നെ ഈ പോളിസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈസ് പ്ലാനാണ് ഇതിനകത്തുള്ളത്, ഗോൾഡ് പ്ലാനും പ്ലാറ്റിനം പ്ലാനും. ഗോൾഡിനേക്കാൾ കുറച്ച് ആനുകൂല്യങ്ങൾ കൂടുതലുണ്ട് പ്ലാറ്റിനത്തിൽ. പിന്നെ ആഡ് ഓൺ കവർ ആയിട്ട് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ്, അതായത് 18 ക്രിട്ടിക്കൽ ഇൽനെസ്സിന് നമുക്ക് കവറേജ് കിട്ടും. അതിന് ആഡ് ഓൺ, ഇപ്പോൾ വണ്ടിയുടെ ഒക്കെ ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ നമ്മളൊരു ആഡ് ഓൺ കവറുകൾ വരുന്നുണ്ട്. കൺസ്യൂമബിൾസിന് നമ്മൾ ആഡ് ഓൺ കവർ കൊടുത്താൽ അത് വരുന്നത് മൊത്തം പൈസ നമുക്ക് ചിലവായത് കിട്ടും എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ്സിന് ഒരു ആഡ് ഓൺ കവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് ആഡ് ഓൺ കവർ കൊടുക്കാം. ഇനി 7 ലക്ഷം വരെ ആഡ് ഓൺ കവർ കൊടുത്താൽ ആ 18 ലിസ്റ്റിൽപ്പെട്ട ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ 5 ലക്ഷം അല്ലെങ്കിൽ 7.5 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി നമുക്ക് തരും. അത് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനുശേഷം ചികിത്സാ ചെലവും തരും. അതാണ് ഈ പറയുന്ന ആഡ് ഓൺ കവറായിട്ട് നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ ഇൽനെസ്. പിന്നെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജുകളുണ്ട്, പിന്നെ നോ ക്ലെയിം ബോണസ് ഉണ്ട്. ഇത് ഇങ്ങനെ മറ്റുള്ള ചികിത്സാ ചെലവിന്റെ ഒക്കെ കണ്ടീഷൻ ഇതുപോലെ തന്നെയാണ്. മറ്റു അടിസ്ഥാന പോളിസി പോലെ തന്നെ 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് സാധാരണ അസുഖങ്ങൾക്ക്, 60 പിന്നെ ആക്സിഡന്റ് ആണ് പിറ്റേ ദിവസം മുതൽ. ഇതൊക്കെ ഈ പരിധി കഴിയുന്നതിന് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ത്രഷോൾഡ് എന്ന് പറയുന്ന സാധനം, അതായത് 5 ലക്ഷം പരിധി മതി, എനിക്ക് 5 ലക്ഷത്തിന്റെ പോളിസി ഉള്ളൂ, അത് കഴിയുമ്പോൾ വരുമ്പോൾ കിട്ടണമെന്നുള്ള പരിധി, അല്ലെങ്കിൽ 10 ലക്ഷം വരെ ഉണ്ട്, എനിക്ക് അത് കഴിഞ്ഞു മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന പോലെ നമുക്ക് മറ്റുള്ള അടിസ്ഥാന പോളിസിയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ, പിന്നെ ഈ പറഞ്ഞ ആഡ് ഓൺ കവർ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കാറ്ററാക്ട് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ പരിധി ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും. കൺസ്യൂമബിളിന് ആഡ് ഓൺ കവർ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു നല്ല ടോപ്പ് അപ്പ് പോളിസിയാണ് ആരോഗ്യ പ്രഗതി പ്ലസ്. ടോപ്പ് അപ്പ് പോളിസി പലരും എടുക്കുന്നുണ്ട്, പല കമ്പനികൾക്കും ഉണ്ട്. എല്ലാവരും തന്നെ 1 കോടി 50 ലക്ഷം ഇതൊക്കെ എടുത്തു വെക്കുന്ന ആളുകളുണ്ട്. ഒത്തിരി പ്രീമിയം ഒന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോപ്പ് അപ്പ് പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് എല്ലാവർക്കും ഇപ്പോൾ 1 കോടി വരെ ഒന്നും എപ്പോഴും ആവശ്യം വരുന്നില്ല. അപൂർവം ചില അസുഖങ്ങൾക്കും
കുറച്ച് ഫാമിലീസിനുമാണ് ഇത് ആവശ്യം വരുന്നത്. പക്ഷെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ആർക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് ഈ വലിയ പ്രീമിയം അടയ്ക്കാൻ സാധിക്കോ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പോളിസിയാണ്. എല്ലാ കമ്പനികൾക്കും തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ഒരു പോളിസി എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം ഉള്ള അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ ന്യൂ ഇന്ത്യയുടെ ആരോഗ്യ പ്രഗതി പ്ലസ്, ന്യൂ ഇന്ത്യക്ക് വേറൊരു പോളിസി ഉണ്ടായിരുന്നു, അതിനേക്കാളൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. എല്ലാ കാര്യങ്ങളും പറയുമ്പോഴത്തേനും വീഡിയോ വലുത് ലെങ്ത് കൂടും. അപ്പം എല്ലാവരും കേൾക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഇത് ഷോർട്ടായിട്ട് പറയുന്നത്. ഇനി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു തരും. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ 85 47 22 10 30. ഇന്നല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടാലും തിരിച്ച് റിപ്ലൈ തരുന്നതാണ്. നന്ദി, നമസ്കാരം.